ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രണ്ട് ലാപ്ടോപ്പ് സർവീസിന് വന്നിരിക്കുന്ന ഒരു ഡെല്ലിന്റെ ലാപ്ടോപ്പ് ഉണ്ട്, അതേമാതിരി തന്നെ ഒരു അസൂസിന്റെ ലാപ്ടോപ്പ് ഉണ്ട്. ഈ രണ്ട് ലാപ്ടോപ്പ് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ 20 വോൾട്ടേജ് 2 ആംപിയർ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റം റണ്ണിങ്ങിലാണ് എടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു അസൂസിന്റെ ലാപ്ടോപ്പ് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. അസൂസിന്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വൺസ് ബീപ്പ് ആംപിയർ ഒന്നും എടുക്കുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് ബീപ്പ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആംപിയർ എടുക്കുന്നില്ല. ഓക്കെ, നമുക്കത് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്, ഈ ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് നമുക്ക് ചെക്ക് ചെയ്യാം. സെയിം വോൾട്ടേജ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഡി സി കൊടുക്കുക. ഇവിടെ 11 മില്ലി ആംപിയർ എടുക്കുന്നുണ്ട്, 11 മില്ലി ആംപിയർ എടുക്കുന്നുണ്ട്. ഇത് പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് യാതൊരു റെസ്പോൺസ് ഒന്നുമില്ല. ജസ്റ്റ് SRCയുടെ സപ്ലൈ വന്നിട്ട് 3 വോൾട്ട് LDO റേഞ്ചിൽ വന്ന് നിൽക്കുന്നുണ്ടാവുന്നു മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ സി കൊടുക്കുക. ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് സി ഉള്ളതാണ്, നമുക്കിത് സി കൊടുക്കുക. സി കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ആംപിയർ എടുക്കുന്നത് 11 ആംപിയർ, സെയിം തന്നെ നേരത്തെ എടുക്കുന്ന സെയിം ആംപിയറിന് എടുക്കുന്നത്. പക്ഷെ നമുക്ക് കണ്ട കണ്ടീഷനിൽ മനസ്സിലാകുന്നത് LDO സപ്ലൈ സെറ്റായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. ഈ റേഞ്ചിലാണ് കാര്യം ഉണ്ടാവുക കറക്റ്റായിട്ട്. ഓക്കെ.